മദ്യത്തിനും മയക്കുമരുന്നും അടിമയാകുന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്ന ബന്ധങ്ങളുടെ പവിത്രതയാണ്. ഇത്രയൊക്കെ ചെയ്യുന്ന കേരള ഗവൺമെൻറ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഒരു ഡി അഡീഷൻ സെൻറ്റർ തുടങ്ങണം. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിലത്തേക്ക് ഇരുന്നിട്ട് തോളെ കൂടെ കൈയിട്ടിട്ട് ആ താടിക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏതാണ്ട് 30 വർഷക്കാലം ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ ബെച്ചുക്കരോട്ട്, ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ, ഫാദർ ബോസ്കോ ഞള്ളിയത്ത് ഇവരുടെ കൂടെയൊക്കെ ശുശ്രൂഷ ചെയ്തു. ഒരുപാട് മദ്യപാനികളുടെ വ്യക്തികൾ, ഭവനങ്ങൾ, കൂട്ടായ്മകൾ അവിടെയൊക്കെ പ്രവേശിച്ച് അവിടെ എല്ലാം അവരുമായിട്ട്. പക്ഷേ ഈ കാലഘട്ടം ഏതാണ്ട് വാർദ്ധക്യത്തിലായി വിശ്രമത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുക. അപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ നാളുകളിലായിട്ട് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ, പത്രം എടുത്തിരുന്നാലും ടി വി തുറന്നിരുന്നാലും വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്ത് നോക്കിയാലും അവിടെ എല്ലാം വളരെ ഭീകരമായ അക്രമ സംഭവങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. പാപത്തിൻ്റെ അമ്മയാണ് മദ്യം. ആ മദ്യവും മയക്കുമരുന്നുമാണെന്നുള്ളൊരു വ്യക്തമായൊരു സത്യമാണത്. ലഹരിക്ക് അടിമപ്പെടുന്ന മനുഷ്യൻ ഒന്നുകിൽ അവൻ്റെ സമ്പാദ്യമായിട്ട് കിട്ടുന്ന തകർന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ അവൻ മാനസിക രോഗിയാകുക, അല്ലെങ്കിൽ അവൻ ജയിൽ പുള്ളിയായിട്ട് അധപതിക്കുക. ഇതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ആ മേഖലയിലേക്ക് ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പോൾ മനസ്സിലൊരു വലിയൊരു വിഷമമുണ്ടായിരുന്നു. ഏശയ്യായോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് വേണ്ടി ആര് പോകുമെന്ന്. ഈ വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടത്തിൽ വീട്ടിലിരുന്ന് ഞാൻ ചിന്തിച്ചു, തമ്പുരാനെ, കേരളത്തെ, ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ ജനത്തെ, ഈ യുവജനത്തെ ആര് രക്ഷിക്കും? ആരാണ് ഇതിനുള്ളത്? ആരാണ് വരിക? അപ്പോഴാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഒരു പുതിയ തീരുമാനമെടുക്കുക. തൂഫാൻ, കൊടുങ്കാറ്റ്. നശിക്കുന്ന നിനവേ പട്ടണത്തെ രക്ഷിക്കാൻ യോനായെ പറഞ്ഞു വിട്ടെങ്കിൽ ആ യോനായെ തിരിച്ചവിടെ എത്തിക്കാൻ ദൈവം ഒരു വലിയ കൊടുങ്കാറ്റ് അയച്ചു. അതുപോലൊരു കൊടുങ്കാറ്റ് കേരളത്തിലേക്ക് വന്നു, അടിച്ചു. 4000-ലധികം പേരെ ജയിലിലടച്ചു. 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിനെല്ലാം കാരണമായത് മിനി ആൻ്റണി എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണുനീരിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിതച്ച വിത്താണ് പൊട്ടിപ്പുറപ്പെട്ടൊരു തൂഫാനായിട്ട് വന്നിരിക്കുന്നത്. ആ സ്ത്രീക്കൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. രമേശ് ചെന്നിത്തലിന് കോടിക്കണക്കിന് പ്രമാണം പറയട്ടെ, പ്രണാമം അർപ്പിക്കട്ടെ. കാരണം ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഒരുപാട് കുടുംബങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ബെച്ചുകരുടച്ചൻ്റെ ടീമും എല്ലാം കൂടി കോട്ടയം സബ് ജയിലിൽ ഒരു ഞായറാഴ്ച ജയിൽ പുള്ളികളുടെ ശുശ്രൂഷയ്ക്ക് ജീസസ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ജയിൽ പുള്ളികളെല്ലാം ഇറക്കി. അവിടെ ഒരു ഹാളുണ്ട്, ഒരു തിണ്ണ പോലെ. അവിടെ പായും ഒക്കെ ഇട്ട് അവരെയെല്ലാം നിരത്തിയെടുത്തി. ഏതാണ്ട് 200-ൽ താഴെ പേരുണ്ട്. അവർക്ക് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും, പാട്ട്, എല്ലാം റെഡിയാക്കിയൊക്കെ ചെയ്തെല്ലാം ഇന്നിപ്പോൾ എല്ലാവരും ഇറങ്ങി വന്നിരുന്നപ്പോൾ ഒരു സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ എല്ലാവരും ഇറങ്ങിയോ? ഒരു ഗോപാലകൃഷ്ണൻ സാറാ. ഇല്ല ചേട്ടാ, ഒരാൾ അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് കാണിക്കാവോ ആളിനെ? അപ്പോൾ അവിടെ ചെന്ന് നോക്കി ഒരു ചെറുപ്പക്കാരൻ നിറം മങ്ങിയ ഒരു കൈലി കൊടുത്ത് ഒരു തോർത്തും പതിച്ച് കീഴോട്ട് കുനിഞ്ഞ് ആ സെല്ലിനകത്ത് ഇരിപ്പുണ്ട്, ഒരു മൂല പറ്റി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ? സാറ് തുറന്നു തന്നു. ഞാൻ അകത്ത് കയറി. ഞാൻ അകത്ത് കയറി അടുത്ത് ചെന്നിട്ടോ ചെറുപ്പക്കാരൻ മുഖം ഉയർത്തുന്നില്ല. ഇന്നത്തെ അത്ര അവസ്ഥ എനിക്കില്ല. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിലത്തേക്ക് ഇരുന്നിട്ട് തോളെ കൂടെ കൈയിട്ടിട്ട് ആ താടിക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ആഠ്യത്വവും പാരമ്പര്യവും സമ്പത്തുമുള്ള ഒരു കുടുംബത്തിലെ ഏക പുത്രൻ, പിതാവ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അമ്മ ഏത് വിശക്കുന്നവൻ്റെ മുമ്പിലും ചോറും കലം തുറക്കുന്ന ഒരമ്മയുടെ മകനാണ് അവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ പയ്യൻ്റെ മുഖമെടുത്തപ്പോൾ അവനോട് പറഞ്ഞു, ശബ്ദം കേട്ടപ്പോൾ ജോയിച്ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരാൻ. ഞാൻ എങ്ങനെ എത്തി മോനെ നീ ഇവിടെ? നീ എങ്ങനെ എത്തിയടാ? ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പയ്യൻ, എങ്ങനെ എത്തി മോനെ നീ ഇവിടെ? അപ്പോൾ പറഞ്ഞു, പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പക്ഷേ അവിടുന്ന് ഞാൻ പതുക്കെ ഒന്ന് തുടങ്ങി. ഒരു ചെറിയൊരു മയക്കുമരുന്ന്, കഞ്ചാവിൽ അതിൻ്റെ എന്തോ ഒരു സാധനമുണ്ട്, അത് ഇങ്ങനെ ഈ ലിക്വിഡ് പോലിരിക്കുന്നത്, അത് തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ഞാൻ നല്ലൊരു മദ്യപാനിയായി. ഏതാണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഡിഗ്രിക്ക് പോയി 2 ഇയറേ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, തകർന്നു പോയി. കമ്പനി കൂടി, ഒരു ദിവസം ബാറിൽ കയറി, ഷാപ്പിൽ കയറി. അങ്ങനെ അവസാനം നാട്ടിലെ ഒരു മദ്യ ഷാപ്പിൽ രാത്രി 11 മണിക്ക് എത്തി. അവിടെ എത്തി കള്ള് ചോദിച്ചപ്പോൾ കള്ള് തീർന്നു. അവിടെ ചാരായം ചോദിച്ചു, ചാരായം എല്ലാം തീർന്നു. അത് ഇഷ്ടപ്പെട്ടില്ല. മദ്യപാനിക്കൊരു പ്രത്യേകതയുണ്ട്. മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അടിയാകുന്ന മനുഷ്യൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടാകും. ഒന്നുകിൽ അവൻ ബലവാന്മാരും ശക്തന്മാരുമായ കൂട്ടുകാരെ കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ അവൻ കയ്യിലൊരു ആയുധം കരുതും. ഈ പയ്യൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു.
അവിടെ വെച്ച് ആ ഷാപ്പിൽ വെച്ച് മദ്യം ചോദിച്ച് കിട്ടാതെ വന്നപ്പോൾ അവനെ കത്തിയെടുത്ത് വീശി. ആ സപ്ലയർക്ക് കുത്തുകൊണ്ട് അത് ഇവൻ അറിയുന്നില്ല, ആ സപ്ലയറും അറിയുന്നില്ല. അവരവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കടന്നു പോകുന്നു. സപ്ലയർ ഇവരുടെ പുറകെ വരുമ്പോഴാണ് അയാൾ ആ കമിഴ്ന്ന് വീണ് അയാളുടെ കുടലുമാലയെല്ലാം പുറത്ത് ആടിയ സപ്ലയർ മരിച്ചു പോകുന്നു. അതിനാണ് ജയിലിലെത്തിയിരിക്കുക. ജനിച്ചത് മോശം കുടുംബത്തിലല്ല, വളർത്തിയത് മോശം സാഹചര്യത്തിലുമല്ല. അപ്പനും അമ്മയും നല്ല പാരമ്പര്യവും കഴിവും വിദ്യാഭ്യാസവും ഉള്ളത്. പക്ഷേ എന്താ ഇവിടെ കൊണ്ടെത്തിച്ചത്? മദ്യമാണ് അവിടെ എത്തിച്ചത്, മയക്കുമരുന്നാണ് എത്തിച്ചത്. ഇനി എന്ത് ചെയ്യും മോനെ? അറിയത്തില്ല ചേട്ടാ, ഇനി എന്താ സംഭവിക്കാമെന്ന് അറിയത്തില്ല. അയാൾ മരിച്ചുപോയി. ശരിയാണ്, ഞാനാണ് കുത്തിയത്, ഞാൻ കോടതിയിൽ ഞാൻ സമ്മതിച്ചു, ചെയ്ത് തെറ്റിന് സമ്മതിക്കാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ എത്ര സംഭവങ്ങൾ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അല്ലേ. ഓരോ മദ്യപാനിയായ അപ്പൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മോള് പറഞ്ഞു, കരഞ്ഞു, അപ്പാ ഈ മദ്യപാനം ഒന്ന് നിർത്താമോ, എങ്കിലേ എനിക്കൊരു ജീവിതം കിട്ടൂ. നിസ്സംഗനായി മകളുടെ മുഖത്ത് നോക്കിയിരുന്ന അപ്പൻ അന്ന് വൈകിട്ടും വന്നത് മദ്യത്തിൻ്റെ ലഹരിയിലാണ്. 34 വയസ്സ് കഴിഞ്ഞ മകനോട് അമ്മ പറഞ്ഞു, മോനെ ഒരു കല്യാണം കഴിക്കട, എനിക്ക് വയ്യ, ഇഷ്ടംപോലെ പൂസത്തുണ്ട്, പറമ്പിൽ പണിക്കാറുണ്ട്, ഇവർക്കൊന്നും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ, എനിക്ക് നീ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുപോവാ, എനിക്കൊരു കൂട്ട് കിട്ടുമല്ലോ, പണിക്കാർ ചെയ്തോളുമല്ലോ, എനിക്കൊരു കൂട്ട് കിട്ടും. അപ്പം പറഞ്ഞു, സന്ധ്യ ആകുമ്പോൾ കള്ളും കഞ്ചാവും അടിച്ച് നഗ്നനായിട്ട് കയറി വരുന്ന അപ്പൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നേ? ഇയാൾ മദ്യപാനം നിർത്തുന്നു അല്ലെങ്കിൽ ഇയാൾ ചാകുന്നു എന്നേ ഞാൻ കല്യാണം കഴിക്കൂ. അമ്മ എന്ത് ചെയ്യും? ഇതൊരു കുടുംബമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ പശ്ചാത്തലങ്ങളാണ് ഞാനീ പറയുക. ഒന്നും രണ്ടും അല്ല പറയുന്നത്. മദ്യത്തിനും മയക്കുമരുന്നും അടിമയാകുന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്ന ബന്ധങ്ങളുടെ പവിത്രതയാണ്. അമ്മയാരെന്നോ സഹോദരി ആരെന്നോ സഹോദര ഭാര്യ ആരെന്നോ ഇതൊന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 46 പറഞ്ഞത്, മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗത്തേക്കാൾ കഷ്ടം. അതെ, മനുഷ്യൻ അധപ്പതിച്ചാൽ, അത് സത്യവേദപുസ്തകത്തിൽ പറഞ്ഞ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗത്തേക്കാൾ കഷ്ടം. മാനത്തോട് യേശയ്യായുടെ പ്രവചനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞ, അജ്ഞത മൂലം എൻ്റെ ജനം അന്ധകാരത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുക. അറിവില്ലായ്മയാണ്. ഇപ്പം 4000-ലധികം പേരെ നമ്മൾ ജയിലിലടച്ചു, 3900-ലധികം പേര് കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇവർ വിതച്ച വിത്തിനകത്ത് വീണ് തകർന്ന് കിടക്കുന്ന കുറേ ജീവിതം കൊണ്ട് ഇവരെ എങ്ങനെ രക്ഷിക്കും? ആര് രക്ഷിക്കും ഇവരെ രക്ഷിക്കാൻ എന്താണ് വഴിയുള്ളത്? എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? വിദേശ രാജ്യങ്ങളിലും മദ്യം സുലഭമാണ് എല്ലായിടത്തും, ലഹരി കുറഞ്ഞതും കൂടിയതും ഉണ്ട്. പക്ഷേ അവിടെ എല്ലാ ബാർ ഹോട്ടലിൻ്റെ അടുത്തൊരു ഒരു ഡി അഡീഷൻ സെൻറ്റർ കാണും. ഇവിടെ ഇതില്ല. ഇവിടെ അഡീഷൻ സെൻറ്ററിൽ ഒരു വ്യക്തിയെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാൻ അറിയുന്നു, ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നു, എന്ത് ചെയ്യണം. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചികിത്സ മാത്രമേ ഉള്ളൂ. കേരളത്തിലത് സുലഭമല്ലിപ്പം. പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ട് 21 ദിവസത്തെ കോഴ്സിന് ഒരാളെ മദ്യത്തിന് ചികിത്സിക്കാൻ, മയക്കുമരുന്നിന് ചികിത്സിക്കാൻ ഒരു ഭീമമായ തുകയാണ് അവിടെ ബില്ലാക്കുന്നവർ. ആർക്ക് കൊടുക്കാൻ സാധിക്കും? ഇത്രയൊക്കെ ചെയ്യുന്ന കേരള ഗവൺമെൻറ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഒരു ഡി അഡീഷൻ സെൻറ്റർ തുടങ്ങണം, സാധാരണക്കാരന് ചികിത്സയ്ക്ക് വിധേയനാക്കാൻ. എന്ത് ചെയ്യും ചോദിച്ചാട്ടാ ഈ മനുഷ്യനെ ഞാൻ എവിടെയാണ് കൊണ്ടുപോകുന്നത്? പിന്നെ പെരിങ്ങോളത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും കൊണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. പിന്നെ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? എത്ര പ്രാവശ്യം പറയും? എത്ര കരഞ്ഞു? എത്ര കാല് പിടിച്ചു? ഒന്നുമില്ല. തകർന്ന കുടുംബങ്ങൾ. മദ്യപിക്കാൻ വൈകിട്ട് രാവിലെ പണിക്ക് പോകാൻ ഇറങ്ങുന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇനി മദ്യപിച്ചിട്ട് വരല്ല്, വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, പൊടി നീ പോയി ചാക. അന്ന് വൈകുന്നേരം ഭർത്താവ് കയറി വരുമ്പോൾ കാണുന്ന എന്താണെന്നറിയാവോ? മണ്ണെണ്ണയ്ക്കകത്ത് കുളിച്ച് നിൽക്കുന്ന ഭാര്യ. മണ്ണെണ്ണയ്ക്കകത്ത്. ഇത് കഥയല്ല പ്രിയമുള്ളവരെ, ഇത് കഥയല്ല, തൊട്ടറിഞ്ഞ അനുഭവമാണ്. മണ്ണെണ്ണയ്ക്കകത്ത് കുളിച്ച് നിൽക്കുന്ന ഭാര്യ തീ കൊളുത്തി കത്തി തീരുന്നത് ഭർത്താവും മക്കളും കണ്ടുകൊണ്ട് നിന്നു. ആ സ്ത്രീ കത്തി തീർന്നു പോയി. സ്വയം ആത്മഹത്യ ചെയ്തതല്ലേ, അയാളെ ആരും കുറ്റപ്പെടുത്തിച്ചില്ല. അയാളെ താങ്ങാൻ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെട്ടു. രണ്ടാമതയാൾ കല്യാണം കഴിച്ചു. ആ ഭാര്യ ആത്മഹത്യ ചെയ്തു. ആദ്യ ഭാര്യയിലുണ്ട് 2 പെൺമക്കൾ ആരുടെയോ കൂടെ ഒളിച്ചുപോയി. ആ തകർന്നു പോയില്ലേ ഒരു കുടുംബം? ആർക്കെങ്കിലും രക്ഷിക്കാൻ സാധിക്കും? ആരും തേടി ചെന്നില്ല. നേസര തടാക തീരത്തെ എതിരായവരുടെ നാട്ടിലെ കല്ലറകൾ ഇടയിൽ കിടന്നവനെ തേടി ആരും ചെന്നില്ല. ഒരാൾ പോലും അവിടെ ചെന്നില്ല അവനെ തേടി. ഒരു രാഷ്ട്രീയക്കാരനും ചെന്നില്ല, ഒരു സമുദായ നേതാക്കളും ചെന്നില്ല അവനെ തേടി. അവനെ തേടുന്നത് ക്രിസ്തുവാണ് കടന്നു ചെന്നത്.
അതേപോലെയുള്ളവർ ഇന്ന് ഒരുപാട് പേര് മദ്യത്തിലും മയക്കുമരുന്നിലും തകരുന്നു. ഒരുപാട് കുടുംബങ്ങൾ. ഇവരെ രക്ഷിക്കണം. ഇവരെ രക്ഷിക്കാൻ ഒരു വഴിയുള്ളൂ, ബോധവൽക്കരണം. നല്ല രീതിയിൽ അവർക്ക് ബോധവൽക്കരണം കൊടുക്കണം. രണ്ടാമത് അവരെ ചികിത്സിക്കാനുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ അവർക്കുണ്ടാകണം. ഇതിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് തിരുവനന്തപുരത്ത് വെട്ടുകാട് പള്ളിയിലെ ധ്യാനത്തിന് വേണ്ടി വെച്ചുകരുടെ അലക്സാണ്ടറച്ചൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ആ ബൈക്കിൻ്റെ ഒരു സ്ത്രീ കൈ കാണിച്ച് നിർത്തി. അച്ഛൻ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു സ്ത്രീ വെള്ള സാരി ഉടുത്ത, കളർ ബ്ലൗസ് ഇട്ട, ഒരു വണ്ണം കുറഞ്ഞ മെലിഞ്ഞ നീളമുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് നിലത്ത് മുട്ടുകുത്തിയിട്ട് സ്വാമി അയ്യാ ഉങ്ങളെ കൂപ്പിടേ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാലേ വീണു. അത് കഴിഞ്ഞവർ എൻ്റെ നേരെയും കൈകൂപ്പി. എന്താണെന്നറിയാമോ? കേശവദാസപുരത്ത് അലക്സാണ്ടറച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഡി അഡിക്ഷൻ സെൻറ്ററിൽ റീട്രീറ്റ് സെൻറ്ററിൽ വന്ന് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടിയ ഒരു മനുഷ്യൻ്റെ ഭാര്യ അവർ പറഞ്ഞു, തമിഴും മലയാളവും കലർന്ന ശബ്ദത്തിലാണ് അവർ പറയുന്നത്. 13 വർഷം മുമ്പ് കല്യാണം കഴിച്ച മനുഷ്യനാണ്. ആ 13ാമത്തെ വർഷത്തിൽ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ടാണ് ആദ്യമായിട്ട് ഒരു സാരി എനിക്ക് വാങ്ങിച്ചു തരിക, ആദ്യമായിട്ട് എന്നെ പള്ളിയിൽ എൻ്റെ കൂട്ടത്തിലൊന്ന് വരിക. ഇതൊക്കെ ചെയ്ത് അത് സ്വാമിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് ഈ ബൈലോപ്പള്ളി പാടിയതുപോലെ ആമലി ഫലകം പോലുള്ള നെല്ലിക്ക പോലുള്ള കണ്ണുനീർത്തുള്ളികളാണ് താഴേക്ക് തടന്നു വീണത്. ഇതൊരു കുടുംബത്തിലല്ല. ഇന്ന് ലഹരിയുടെ മദ്യത്തിൽ പിടിയിൽപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമപ്പെട്ട് വിദ്യാഭ്യാസം തകർന്നു പോയി. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീണ്ടും അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ വീണ്ടും പഠിച്ച് ഉയർന്ന ഇന്ന് അവൻ വില്ലേജ് ഓഫീസറാണ്. എന്നാൽ ചെറുപ്പക്കാരൻ വില്ലേജ് ഓഫീസറാണ്. ആ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് വിട്ടതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാലും മദ്യവനും ഭോജപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്ത് പിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തതയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും ദുരിതം തന്നെ. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതെ, ഭഗവത്ഗീതയിൽ പറയുന്ന ഗാത്രം പവിത്രം ക്ഷേത്രം എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ശരീരം ക്ഷേത്രമാണ്. അത് മദ്യം കൊണ്ട് അശുദ്ധമാക്കരുത്. പൗലോസ്ലീഹ പറയുന്നു മനുഷ്യൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അത് കളങ്കപ്പെടുത്തരുതെന്ന് പറയുന്നു. മുഹമ്മദ് നബി പറയുന്നു വീണ് കുതിർന്ന മണ്ണിലെ പുല്ല് തിന്ന് വളർന്ന ആടിൻ്റെ ഭക്ഷണം കഴിച്ചാൽ, അതിൻ്റെ മാംസം ഭക്ഷിച്ചാൽ എൻ്റെ മനസ്സ് അശുദ്ധമായി പോകുമെന്ന് പറയുന്നു. ഇതെല്ലാവരും പഠിപ്പിക്കുമ്പോഴും നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കല്ല പ്രിയമുള്ളവരെ. ചില ബോധവൽക്കരണത്തിലൂടെ ഒരു മദ്യപാനിയെ ചേർത്ത് പിടിച്ച് അവനെ സ്നേഹിച്ച് തിരുത്തി കൊണ്ടുവരാൻ നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകത. മദ്യപാനിയെ വെറുക്കുകയാണ്. ആദ്യം വെറുക്കുന്നവൻ്റെ ഭാര്യ, രണ്ടാമത് വെറുക്കുന്നവൻ്റെ മക്കൾ, മൂന്നാമത് വെറുക്കുന്നവൻ്റെ മാതാപിതാക്കൾ, നാലാമത് വെറുക്കുന്നത് അവൻ്റെ അയൽവക്കംകാർ. ഈ വെറുപ്പിൽ നിന്ന് മാറ്റി ബോധവൽക്കരണത്തിലൂടെ നല്ല രീതിയിൽ ഈ രാജ്യത്തെ ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, സഹകരിക്കാം, കൈകോർക്കാം.